all, welcome back. ഇന്ന് നമ്മൾ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എക്സാം സ്പെഷ്യൽ സീരീസിനകത്തെ 8ാമത്തെ ക്ലാസ്സിനകത്താണ്. 8ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് 7 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഏകദേശം ഒരു 10-20 ചോദ്യങ്ങളായിട്ട് ഒരു 50 ചോദ്യത്തിനകത്ത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പം നമ്മൾ 8ാമത്തെ ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 6-7 പാർട്ടിനകത്തൊക്കെ ഉണ്ടായിരുന്നത്. കുറച്ചും കൂടെ ബേസിക് ഓർ ട്രിക്കി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു പാർട്ടിനകത്തും ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് ഏകദേശം ഒരു 20 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു ഫോർമാറ്റ് 6, 7, 8 ക്ലാസ്സിലാണ്. അപ്പം മുൻപത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദ ഔട്ട്ലൈൻ ടൂൾസ് ഗ്രൂപ്പ് ഇസ് ലൊക്കേറ്റഡ് ഓൺ എന്നാണ് ചോദ്യം. ഓക്കെ, ദ ഔട്ട്ലൈൻ ടൂൾ ഗ്രൂപ്പ് എവിടെയാണ് എന്നാണ്. അപ്പോൾ ആൻസർ വന്നിട്ടുള്ളത് ദ ഔട്ട്ലൈനിങ് ടാബ് ഓഫ് ദി റിബൺ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഡൗട്ട് വരേണ്ട കാര്യമില്ല. റിബണിനകത്ത് ഔട്ട്ലൈനിങ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ടാബിനെ നമ്മൾ കമാൻഡ് ടാബ്, കോണ്ടെക്സ്ച്വൽ ടാബ്, അതുപോലെ പ്രോഗ്രാം ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം ടാബിനകത്ത് പ്രോഗ്രാം ടാബ് എവിടേക്കാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രിന്റ് പ്രിവ്യൂ ആണ്, രണ്ടാമത്തേത് ഔട്ട്ലൈൻ വ്യൂ എടുക്കുമ്പോഴാണ്. അത്തരത്തിൽ ഔട്ട്ലൈൻ വ്യൂ സെലക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ വ്യൂവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിംഗ് ടാബ് കാണുക. ആൻഡ് അവിടെയാണ് ഈ ഒരു ഔട്ട്ലൈനിങ് ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ക്ലിയർ ആണ്. ഈ ചോദ്യം എങ്ങനെ കണക്ട് ചെയ്ത് വരുന്നു എന്ന് ഓർത്തിരിക്കുക. ഡയറക്റ്റ് ചോദ്യം ഒന്നും അല്ല. ഔട്ട്ലൈനിങ് ടാബ് നമുക്ക് നോർമലി കാണാനൊന്നും പറ്റത്തില്ല. ഔട്ട്ലൈൻ വ്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്കത് പോയി കാണാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേർഡ് വിൻഡോക്കകത്താണ്. ഇതാണ് നോർമൽ ആയിട്ട് കാണുന്ന വേർഡ് വിൻഡോ. ആൻഡ് ഇതിനകത്ത് നോർമൽ ആയിട്ട് ഏതൊക്കെ ടാബാണ് കാണുക? ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ് പോലെയുള്ള ടാബുകളാണ്. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമാൻഡ് ടാബ് എന്ന് പറയുന്നത്. ഇനി കോണ്ടെക്സ്ച്വൽ ടാബ് ഉണ്ട്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഇൻസേർട്ട് ചെയ്ത് അതിനകത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് കാണുന്നതാണ് പെർട്ടിക്കുലർ ആയിട്ടുള്ള കോണ്ടെക്സ്ച്വൽ ടാബുകൾ. ഇപ്പോൾ പിക്ചറുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഫോർമാറ്റ് കോണ്ടെക്സ്ച്വൽ ടാബ്. ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഏതാണ് ഡിസൈൻ, ലേഔട്ട് എന്ന് പറയുന്ന 2 കോണ്ടെക്സ്ച്വൽ ടാബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കോണ്ടെക്സ്ച്വൽ ടാബ് എന്ന് പറഞ്ഞു. ഇനി ടാബിന്റെ ക്ലാസിഫിക്കേഷനിലെ അടുത്തതാണ് പ്രോഗ്രാം ടാബ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിന്റ് പ്രിവ്യൂ അല്ലെങ്കിൽ ഔട്ട്ലൈൻ വ്യൂ കാണുന്ന സമയത്താണ് ഈ ഒരു പ്രോഗ്രാം ടാബ് നമ്മൾ നോർമലി കാണുന്നതെന്ന് പറഞ്ഞു. സോ പ്രിന്റ് പ്രിവ്യൂ എടുക്കുന്ന സമയത്ത് നോക്കുക, ബാക്കി ടാബുകളെല്ലാം പോയല്ലേ. ഹോമും ഇൻസേർട്ടും ഒന്നും കാണാനില്ല. ആ പ്രിന്റ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കാണുന്നുള്ളത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫീച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ സ്ക്രീനിൽ കാണുന്നത്. ആൻഡ് അതുമായി ബന്ധപ്പെട്ട ടാബിന്, ഒരു പെർട്ടിക്കുലർ ഫീച്ചറുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന ടാബിനെയാണ് പ്രോഗ്രാം ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രിന്റ് പ്രിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചോദ്യത്തിലുള്ളത് ഔട്ട്ലൈനിനെ കുറിച്ചാണ്. നോക്കാം. സോ ഞാൻ ഔട്ട്ലൈൻ വ്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. സോ നമുക്ക് ഡോക്യുമെന്റ് വ്യൂവിനകത്ത് 5 വ്യൂ ഉണ്ട്. അതിനകത്ത് ഔട്ട്ലൈൻ വ്യൂ നമുക്കറിയാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഔട്ട്ലൈനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. സോ നമ്മളുടെ ഹോം ടാബിനും ഇൻസേർട്ട് ടാബിനൊക്കെ ഇപ്പുറത്തായിട്ട് എന്തെന്നുണ്ട്? ഔട്ട്ലൈനിങ് എന്ന് പറയുന്ന ഒരു ടാബ് ഡീഫോൾട്ട് ആയിട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഔട്ട്ലൈനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാം ടാബാണ് ഔട്ട്ലൈനിങ് എന്ന് പറയുന്നത്. ഇനി ഔട്ട്ലൈനിങ് ടൂൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എവിടെയാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈനിങ് എന്ന് പറയുന്ന ടാബിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട് നോക്കുക. ഔട്ട്ലൈനിങ് ടൂൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, മാസ്റ്റർ ഡോക്യുമെന്റ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലോസ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ എന്താണ് ഔട്ട്ലൈനിങ് എന്ന് പറയുന്ന ടാബ് എവിടെ നിന്നാണ് വന്നത്? നമ്മൾ വ്യൂവിൽ ഔട്ട്ലൈൻ വ്യൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ടാബ് വന്നത്. ആൻഡ് ആ ടാബിനകത്താണ് ഔട്ട്ലൈൻ ടൂൾ എന്നുള്ളത്. അപ്പോൾ ക്ലിയർ ആണ്. റിബണിനകത്ത് ഔട്ട്ലൈനിങ് എന്ന് പറയുന്ന ടാബിനകത്താണ് ഔട്ട്ലൈൻ ടൂൾ ഉള്ളത് എന്ന് പറയുന്നത് ക്ലിയർ ആണ്. ആൻഡ് ഔട്ട്ലൈൻ വ്യൂവിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഔട്ട്ലൈൻ വ്യൂ എടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ടാബ് വരുന്നത്. ക്ലിയർ ആണല്ലോ ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ടു സെലക്ട് എ മൾട്ടി ലെവൽ നമ്പറിംഗ് സ്കീം ക്ലിക്ക് ദി ഡാഷ് ബട്ടൺ ഇൻ ദി പാരഗ്രാഫ്. ഓക്കെ, സോ മൾട്ടി ലെവൽ നമ്പറിംഗ് സ്കീം എടുക്കുന്നതിന് വേണ്ടി എവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? പാരഗ്രാഫ് ഗ്രൂപ്പിലാണ്. റിബണിലെ ഹോം ടാബിനകത്തെ പാരഗ്രാഫ് ഗ്രൂപ്പിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആൻഡ് ആ കണ്ടന്റിന്റെ പേരെന്താണ്? മൾട്ടി ലെവൽ ലിസ്റ്റ് എന്നാണ്. ദാറ്റ് ഈസ് എങ്ങനെയാണ്? സോ 1,
1.1 1.1.1 1.1.2 അങ്ങനെ എഴുതത്തില്ലേ? അങ്ങനെ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടി ലെവൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. എവിടെയാണ്? ഹോം ടാബിനകത്ത് പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ്. നമുക്ക് പോയി കണ്ടിട്ട് വരാം. കണ്ടോ? ഹോം ടാബിനകത്താണ്, പാരഗ്രാഫ് ഗ്രൂപ്പിനകത്ത് വന്നു. നോക്കുക, മൾട്ടി ലെവൽ ലിസ്റ്റ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. കണ്ടോ? 1 1.1 ഈ രീതിയിലൊക്കെ എഴുതുന്നതിനാണ് ഈ പറയുന്ന മൾട്ടി ലെവൽ ലിസ്റ്റ് എടുക്കുന്നത്. ക്ലിയർ ആണ്? എവിടെയാണ്? ഹോം ടാബിനകത്തെ പാരഗ്രാഫ് ഗ്രൂപ്പിനകത്താണ് എന്ന് ഓർക്കുക. ഹോം ടാബിനകത്ത് പാരഗ്രാഫ് ഗ്രൂപ്പിനകത്താണ് മൾട്ടി ലെവൽ ലിസ്റ്റ് ഉള്ളത്. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഡു യു ക്രിയേറ്റ് എ മാസ്റ്റർ ഡോക്യുമെന്റ്? ഒരു മാസ്റ്റർ ഡോക്യുമെന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇൻസേർട്ട് വൺ ഓർ മോർ സബ് ഡോക്യുമെന്റ്, ക്ലിക്ക് ദി ഷോ ഡോക്യുമെന്റ് ബട്ടൺ, സേവ് ദി ഡോക്യുമെന്റ് ആസ് എൻ MST ഫയൽ, അൺലിങ്ക് ദ ഡോക്യുമെന്റ് ഫ്രം ദി സബ് ഡോക്യുമെന്റ് ഫയൽ. സോ ഒരു മാസ്റ്റർ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ് ഡോക്യുമെന്റ്സിനെ കമ്പൈൻ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ വലിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്, ഒരു 1000 പേജുള്ള ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഒരാൾ തന്നെ ഈ ഒരു 1000 പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് 5 പേര് വെച്ച് 200 പേജ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ 5 പേരുടെ കയ്യിലും 200 പേജ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഓരോ 200 പേജിനെയാണ് നമ്മൾ സബ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്ന് വിചാരിക്കുക. അസ്യൂമിങ് ആണല്ല. ഓക്കെ, സോ അങ്ങനെ നമുക്ക് 5 സബ് ഡോക്യുമെന്റ് ഉണ്ട്. ആൻഡ് ഈ ഒരു സബ് ഡോക്യുമെന്റിനെ എല്ലാം കമ്പൈൻ ചെയ്തതാണ് നമ്മളുടെ മെയിൻ റിസൾട്ട്, അല്ലേ? ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് 1000 പേജുള്ള ബുക്ക് ആവുന്നത് ഈ 5 സബ് ഡോക്യുമെന്റ് കൂടി ചേരുമ്പോഴാണ്. അത്തരത്തില് ഈ ഒരു സബ് ഡോക്യുമെന്റിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സബ് ഡോക്യുമെന്റ് എന്നൊക്കെ പറയുന്നതാണ് നമ്മളുടെ മാസ്റ്റർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ സബ് ഡോക്യുമെന്റിന്റെയും കളക്ഷൻ ആണ് മാസ്റ്റർ ഡോക്യുമെന്റ് എന്നൊക്കെ പറയാം. സോ മാസ്റ്റർ ഡോക്യുമെന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള സബ് ഡോക്യുമെന്റിനെ കമ്പൈൻ ചെയ്ത് കളക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇനി നമ്മൾ ഔട്ട്ലൈൻ വ്യൂ ആണ് ഈ ഒരു മാസ്റ്റർ ഡോക്യുമെന്റ് ആൻഡ് സബ് ഡോക്യുമെന്റ് കൺവേർഷൻസിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ സഹായിക്കുന്നത് ഔട്ട്ലൈൻ വ്യൂ ആണ് എന്ന് കൂടെ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പം മാസ്റ്റർ ഡോക്യുമെന്റും സബ് ഡോക്യുമെന്റും വളരെ റെയർ ആയിട്ട് കാണുന്നതാണ്. പക്ഷെ ഓർത്തിരിക്കുക, മാസ്റ്റർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഫൈനൽ ഔട്ട്പുട്ട് ആണ് ആൻഡ് സബ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ് ആണ്. ആൻഡ് ഈ ഒരു ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ് ആണ് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. 1000 പേജുള്ള ഒരു ബുക്കിനെ 200 പേജുള്ള ബുക്ക് വെച്ച് 5 പേര് ചെയ്യുന്നു. ആൻഡ് ആ 5 പേരുടെ കയ്യിലും ചെറിയ ചെറിയ ഡോക്യുമെന്റ് ഉണ്ടാവില്ലേ? അവരവർ ചെയ്യുന്ന ഡോക്യുമെന്റ് ഉണ്ടാവും. സോ അതിനെ നമുക്ക് സബ് ഡോക്യുമെന്റ് എന്ന് പറയാം. ആൻഡ് ഈ 5 പേരുടെയും 200 പേജുള്ള ഡോക്യുമെന്റുകൾ യഥാസ്ഥാനത്ത് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മളുടെ മെയിൻ ഡോക്യുമെന്റ് അല്ലെങ്കിൽ മാസ്റ്റർ ഡോക്യുമെന്റ് കിട്ടുന്നത്. അപ്പൊ അത് ഓർക്കുക. ആൻഡ് ആ ഒരു കമ്പൈനിങ് എളുപ്പമാക്കാൻ, പൊസിഷനിങ് എളുപ്പമാക്കാൻ എപ്പോഴും സഹായിക്കുന്നത് ഏത് വ്യൂ ആണ്? ഔട്ട്ലൈൻ വ്യൂ ആണ് എന്ന് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്? എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത്രയൊക്കെ മതി. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ഓർക്കാനായിട്ട് ഇതുപോലെയുള്ള ട്രിക്കൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. എ റെഫറൻസ് നോട്ട് ദാറ്റ് അപ്പിയർ അറ്റ് ദി ബോട്ടം ഓഫ് പേജ് ഇസ് കോൾഡ്. ഓക്കെ, ഒരു റെഫറൻസ് നോട്ട് ആണ്. ആൻഡ് അത് പേജിന്റെ താഴെയായിട്ടാണ് കാണുക. ആൻഡ് അതിന്റെ പേര് ഫുട് നോട്ട് എന്നാണ്. അപ്പൊ എന്താണ് ഫുട് നോട്ട്, എന്താണ് എൻഡ് നോട്ട് എന്നൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതിന്റെ വീഡിയോ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളുടെ കീ പോയിന്റ് ടു റിമെമ്പർ എന്നുള്ളതിനകത്തുണ്ട്. ഓക്കെ, അവിടെ പോയിട്ട് കാണുക. ഓക്കെ, ഫൈൻ. അടുത്ത ചോദ്യം നോക്കാം. ദ ഫുട് നോട്ട് ഗ്രൂപ്പ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി, എവിടെയാണ്? റെഫറൻസ് ടാബിനകത്താണ്. ഓക്കെ, നമുക്ക് റെഫറൻസ് എന്ന് പറയുന്ന ടാബാണ് ഉള്ളത്. ആൻഡ് ആ ഒരു ടാബിനകത്താണ് ഫുട് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉള്ളത്. നമ്മളുടെ ഡോക്യുമെന്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തരുന്ന ഒരു ഫീച്ചർ ആണ്. ആൻഡ് എവിടെയാണ് ഉണ്ടാവുക? ബോട്ടം ഓഫ് പേജിലാണ്. ഓക്കെ, സോ ഡീറ്റെയിൽ അറിയാനായിട്ട് ആ ക്ലാസ്സുകൾ കാണണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഡു യു ചേഞ്ച് ദ സ്റ്റൈൽ ഓഫ് എ വേർഡ് ആർട്ട് ഒബ്ജക്റ്റ്? ഓക്കെ, വേർഡ് ആർട്ട് ഒബ്ജക്റ്റിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് മാറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ആൻഡ് ആൻസർ ഈസ് ക്ലിക്ക് ദി സ്റ്റൈൽ ബട്ടൺ ഇൻ വേർഡ് ആർട്ട് ടൂൾ ഓൺ ദി റിബൺ ആൻഡ് ചൂസ് ദി റീഫോർമാറ്റ് ചെക്ക് ബോക്സ്. വേർഡ് ആർട്ടിന്റെ സ്റ്റൈൽ മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ്? വേർഡ് ആർട്ട് ടൂൾസിനകത്തെ സ്റ്റൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റീഫോർമാറ്റ് ചെക്ക് ബോക്സ് കൊടുക്കണം എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു വേർഡ് ആർട്ട് ഇൻസേർട്ട് ചെയ്യുവാണ്. ഓക്കെ, ഒരു വേർഡ് ആർട്ട്
ഓക്കെ, നമ്മളൊരു വേർഡ് ആർട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വേർഡ് ആർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു കോണ്ടെക്സ്ച്വൽ ടാബ് എന്ന് പറയുന്നത് ഫോർമാറ്റ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വേർഡ് ആർട്ട് ടൂൾസിനകത്ത് സ്റ്റൈൽ എന്ന് പറയുന്നതിനകത്ത് പോയി നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സിൽ നിന്ന് എടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്ലിയർ ആണല്ലോ? ഈ ഒരു ഫോർമാറ്റ് ടാബിനകത്താണ്, വേർഡ് ആർട്ട് ടൂൾസിനകത്തെ ഫോർമാറ്റ് ടാബിനകത്താണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനകത്ത് നമുക്ക് സ്റ്റൈല് ചേഞ്ച് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ വേർഡ് ആർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കോണ്ടെക്സ്ച്വൽ ടാബ് ഏതാണെന്ന് കൂടെ ഓർത്തിരിക്കുക. ഏതാണ് അത്? ഫോർമാറ്റ് ടാബ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഹൗ ഡു യു റിമൂവ് എ ഷേപ്പ് ഫ്രം എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്? ഓക്കെ, ഒരു സ്മാർട്ട് ആർട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് ഒരു ഷേപ്പ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഡു യു റിമൂവ് എ ഷേപ്പ് ഫ്രം എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്? ഓക്കെ, എങ്ങനെയാണ്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കൂ. എങ്ങനെയാണ്? ആ ഷേപ്പിനെ സെലക്ട് ചെയ്യുക ആൻഡ് ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, പ്രസ് ഡിലീറ്റ് എന്നുണ്ട്. ഓക്കെ, പ്രസ് ഡി എന്ന് കഴിഞ്ഞിട്ട് ഡിലീറ്റ് എന്നുണ്ട് കേട്ടോ, അത് വിട്ടുപോയതാണ്. ഓക്കെ, അപ്പൊ ഓർക്കുക, ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. സോ നമ്മൾ വേർഡിനകത്ത് വന്നു, ഒരു സ്മാർട്ട് ആർട്ട് ഇൻസേർട്ട് ചെയ്യുവാണ്. ഓക്കെ, സംതിങ് ലൈക്ക്. ഓക്കെ, ഇത് ഇൻസേർട്ട് ചെയ്തു. ഇനി എനിക്ക് ഇതിനകത്തൊരു ഷേപ്പ് വേണ്ട. സോ ഞാൻ സിംപ്ലി അത് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ സെലക്ഷൻ നിൽക്കുന്നത് ഈ നടുവിലെ ഇതിലാണ്, കാണാം. കണ്ടോ? ഈ ഒരു സൈസിങ് അഡ്ജസ്റ്റ്മെന്റ് നിൽക്കുന്ന കണ്ടോ? സോ അപ്പോൾ ഇതാണ് നടുക്കിലെ മധ്യത്തിലുള്ള ഒരു കണ്ടന്റ് ആണ് സെലക്ട് ആയിട്ടുള്ളത്. സോ എനിക്കത് വേണ്ട. സോ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് കീ പ്രസ് ചെയ്യാം. സോ അതിന് മുമ്പ് നമുക്ക് ഓൺ സ്ക്രീൻ കീബോർഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഓൺ സ്ക്രീൻ കീബോർഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് പറഞ്ഞത്? ആ മധ്യത്തിലുള്ള കണ്ടന്റിനെ നമുക്ക് കളയണമെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ഏത് കീ ആണ് പ്രസ് ചെയ്യാൻ പോകുന്നത്? ഡിലീറ്റ് കീ ആണ്. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ആ മധ്യത്തിലുള്ള കണ്ടന്റ് പോയി. ആൻഡ് നെക്സ്റ്റ് കണ്ടന്റ് സെലക്ട് ആയി. അതും വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ സെലക്ട് ചെയ്യുന്നു ആൻഡ് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്ലിയർ ആണ്. സ്മാർട്ട് ആർട്ടിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടന്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് അതിനെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. സോ നമ്മുടെ ആൻസർ എത്തിയിട്ടുണ്ട്. സെലക്ട് ദ ഷേപ്പ് ആൻഡ് പ്രസ് ദി ഡിലീറ്റ് കീ. ക്ലിയർ ആണ്. ഇത്രയേ ഉള്ളൂ. ചെറിയ ചോദ്യമാണ്, പക്ഷെ ഒന്ന് കൺഫ്യൂസ് ആക്കിക്കും. ഓക്കെ, കുറെ പേരൊക്കെ കാണുമ്പോൾ ഇവിടെ കാണാം സ്മാർട്ട് ആർട്ട് ടൂൾസ്, അതുപോലെ ഇവിടെ വന്നിട്ട് ഇറേസ് എന്നൊക്കെ കാണുമ്പോൾ ഇനി അങ്ങനെയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ വരാം. അതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത. പക്ഷെ ഓർക്കുക, എത്രയേ ഉള്ളൂ, ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുക ആൻഡ് ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അടുത്ത ചോദ്യം നോക്കാം. യു ക്യാൻ ചേഞ്ച് ദ ലേഔട്ട്, കളർ ഓർ സ്റ്റൈൽ ഓഫ് എ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ബൈ ക്ലിക്കിംഗ്. അപ്പൊ ഇത്തരത്തില് ഈ ഒരു സ്മാർട്ട് ആർട്ടിന്റെ കളർ, ലേഔട്ട് ഒക്കെ എവിടെയാണ് മാറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എവിടെയാണ്? ഡിസൈൻ ടാബ് എന്ന് പറയും. അപ്പൊ സ്മാർട്ട് ആർട്ട് ടൂൾസിനകത്ത് ഒരു ഡിസൈൻ ടാബ് വരും. ആൻഡ് അതുവഴി നമുക്ക് സ്റ്റൈലുകൾ മാറ്റാം. നമുക്കൊന്ന് നോക്കാം. സോ ഓൾറെഡി ഒരു സ്മാർട്ട് ആർട്ട് ഉണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു സ്മാർട്ട് ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്മാർട്ട് ആർട്ടുമായി ബന്ധപ്പെട്ട 2 ടാബുകളാണുള്ളത്. സ്മാർട്ട് ആർട്ട് ടൂൾസിന്റെ അണ്ടറിലാണ് അത് വരുന്നത്, ഡിസൈൻ ആൻഡ് ഫോർമാറ്റ്. ഓക്കെ, ഡിസൈൻ ആൻഡ് ഫോർമാറ്റ് ആണ് സ്മാർട്ട് ആർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന 2 കോണ്ടെക്സ്ച്വൽ ടാബുകൾ. ആൻഡ് ഇവിടെ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലേഔട്ട്, കളർ, അതുപോലെ സ്റ്റൈൽ, ഇതൊക്കെ എവിടെ വെച്ച് മാറ്റാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്ന ടാബിനകത്ത് വെച്ച് മാറ്റാം. ക്ലിയർ ആണ്? ലേഔട്ട്, കളറ്, സ്കീം എല്ലാം എവിടെ വെച്ച് മാറ്റാം? ഈ പറയുന്ന ഡിസൈൻ എന്ന് പറയുന്ന ടാബിനകത്ത് വന്ന് മാറ്റാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. What is the difference between embedded files and linked files? ഓക്കെ, എംബഡഡ് ഫയൽസ് ആൻഡ് ലിങ്ക്ഡ് ഫയൽസ് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ്? എംബഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലാർജർ ഫയൽസ് ആൻഡ് ഡോണ്ട് ചേഞ്ച് ഇൻ വേർഡ് ഇഫ് ദി ഒറിജിനൽ ഫയൽ ഈസ് അപ്ഡേറ്റഡ്. ഓക്കെ, സോ ലിങ്ക് എന്താണ്? ലിങ്ക് എന്ന് പറയുന്നത് ഹൈപ്പർ ലിങ്ക്, ബുക്ക് മാർക്ക്, ക്രോസ് റെഫറൻസ് ഒക്കെയാണ് നമ്മളുടെ വേർഡിനകത്ത് ലിങ്ക് ആയിട്ട് വരുന്നത്. ആൻഡ് എംബഡഡ് ഒബ്ജക്റ്റ് ഏത് വഴിയാണ് വരിക? ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ഇൻസേർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കാര്യമുണ്ട്. ആ ഒരു ബട്ടൺ വഴിയാണ് നമ്മളുടെ വേർഡിനകത്തേക്ക് പവർ പോയിന്റ്, എക്സൽ, വിഷ്വൽ ബേസിക് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഫയൽസിനെ ക്രിയേറ്റ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ ബ്രൗസ് ചെയ്തിടുകയോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എംബഡഡ് ഫയൽസ് ആൻഡ് ലിങ്ക്ഡ് ഫയൽസ് എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി അതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എംബഡഡ് ഒബ്ജക്റ്റിനകത്ത് ഏതെങ്കിലും എക്സൽ, പവർ പോയിന്റ്, ഏതെങ്കിലും ഒരു കണ്ടന്റിനെ വേർഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത്
പിന്നീട് നമ്മൾ ആ ഫയൽ മാറ്റം വരുത്തിയാലും ആ മാറ്റങ്ങളൊന്നും ഇവിടെ റിഫ്ലക്ട് ചെയ്യില്ല, നമ്മളുടെ ഡോക്യുമെന്റിനകത്ത് റിഫ്ലക്ട് ചെയ്യില്ല. സോ അതുകൊണ്ട് എംബഡഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലിങ്ക് ഫയൽസിനേക്കാളും ലാർജർ ഫയൽസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ വേർഡിനകത്ത് മാറ്റം വരുന്നില്ല. ഒറിജിനൽ ഫയൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും വേർഡിനകത്ത് അത് മാറ്റം വരുന്നില്ല. പക്ഷെ ലിങ്ക് എന്താണ്, സോഴ്സിനകത്ത് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് വേർഡിനകത്ത് നമ്മൾ എവിടെയാണോ അത് ലിങ്ക് ചെയ്തിട്ടുള്ളത് അവിടെയും അപ്ഡേഷൻസ് വരുന്നുണ്ടാവും. എംബഡഡ് ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു അപ്ഡേഷൻ അവിടെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വലിയ ഫയൽസ് ആണെന്ന് ഓർത്തിരിക്കുക. സോ ഇൻസേർട്ടിനകത്ത് വന്നിട്ട് ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ് ഇൻസേർട്ട് ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉള്ളത് എന്നൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് കണ്ടന്റ് ക്യാൻ യു ഇൻസേർട്ട് ഫ്രം പവർ പോയിന്റ് ടു എ വേർഡ് ഡോക്യുമെന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു എക്സൽ, പവർ പോയിന്റ്, വിഷ്വൽ ബേസിക്കിൽ നിന്നെല്ലാം കണ്ടന്റിനെ നമുക്ക് വേർഡിലേക്ക് അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഫയൽസിനെ ബ്രൗസ് ചെയ്യാനോ പറ്റുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പവർ പോയിന്റിനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പവർ പോയിന്റ് എന്ന് പറയുന്ന എംബഡഡ് ഫയലിനെയാണ് നമ്മൾ വേർഡിലേക്ക് ബ്രിങ് ചെയ്യുന്നത്. സോ ആ സമയത്ത് പവർ പോയിന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളെയാണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ പറ്റും? സിംഗിൾ സ്ലൈഡ് ആണോ, അല്ലെങ്കിൽ എൻറ്റയർ പ്രസന്റേഷൻ ആണോ, ഗ്രൂപ്പ് ഓഫ് സ്ലൈഡ്സ് ആണോ, എനി ഓഫ് ദീസ് ആണോ? ഏതാണ് ആൻസർ വരിക? എനി ഓഫ് ദീസ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു എൻറ്റയർ പ്രസന്റേഷനെ നമുക്ക് വേർഡിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സ്ലൈഡിനെ കൊണ്ടുവരാം, അതുപോലെ തന്നെ സിംഗിൾ സ്ലൈഡ് ആയിട്ടും കൊണ്ടുവരാം. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ടെംപ്ലേറ്റ് ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ. ഓക്കെ, ടെംപ്ലേറ്റ് ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ എന്ത് പേരിലാണ് സ്റ്റോർ ചെയ്യുന്നത്? ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെംപ്ലേറ്റ് ഏതാണ് എന്താണെന്നൊക്കെ നമുക്കറിയാം. സോ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നും കൂടെ ഓർത്തിരിക്കുക. ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്താണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. എ ഹൈപ്പർ ലിങ്ക് ക്യാൻ ടേക്ക് യു ടു. ഓക്കെ, ഒരു ഹൈപ്പർ ലിങ്ക് നമ്മളെ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്നാണ്. ആൻസർ ഏതാണ് വരിക? ഓൾ ഓഫ് ദി എബോവ്. ഒരു എക്സിസ്റ്റിംഗ് വെബ് പേജിലേക്ക് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡോക്യുമെന്റിനകത്തെ തന്നെ മറ്റേതെങ്കിലും പ്ലേസിലേക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ കമ്പോസിഷൻ പേജിനകത്തേക്ക് ആവാം. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. ബിഫോർ യു പബ്ലിഷ് എ ബ്ലോഗ് പോസ്റ്റ് ഇൻ വേർഡ് യു മസ്റ്റ്. നമ്മളെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഏതാണ് വരിക? രജിസ്റ്റർ ആണ് ആൻസർ ആയിട്ട് വരിക. സോ നമ്മളൊരു ബ്ലോഗ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു സർവീസ് പ്രൊവൈഡറുമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, സോ നെക്സ്റ്റ് ചോദ്യം. വൈ വുഡ് യു യൂസ് ദി ക്വിക്ക് ആക്സസ് ടൂൾ ബാർ? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്തിനാണ്? നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡിനെ അല്ലെങ്കിൽ ബട്ടനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഓട്ടോ കറക്റ്റ് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്? സ്പെല്ലിംഗ് എറർ, ഗ്രാമർ എറർ, ക്യാപിറ്റലൈസേഷൻ എറർ, ഇതെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ് വരിക. ഓട്ടോ കറക്റ്റ് ഏതൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് എറർ, ഗ്രാമർ എറർ, ക്യാപിറ്റലൈസേഷൻ എറർ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ? ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേഴ്സന്റെ ഒരു സൈൻ ആണ് അല്ലേ? എന്താണ്? എ ഡിജിറ്റൽ എൻക്രിപ്ഷൻ ദാറ്റ് എൻഷുർ ദ ഡോക്യുമെന്റ് വാസ് ക്രിയേറ്റഡ് ബൈ എ പെർട്ടിക്കുലർ പേഴ്സൺ. സോ ഇങ്ങനെയും ചോദ്യങ്ങൾ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ ഇൻസേർട്ട് ടാബിനകത്ത് ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ആൻഡ് ആ ഒരു ഓപ്ഷന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? സിഗ്നേച്ചർ ലൈൻ എന്നാണ്. ഓക്കെ, ഓർക്കുക, സിഗ്നേച്ചർ സിഗ്നേച്ചർ ലൈൻ എന്നാണ് ആ ഒരു ഓപ്ഷന്റെ പേര്. ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? എ മാക്രോ ഈസ്. ഒരു മാക്രോ എന്താണ്? മാക്രോസ് എന്താണ്, ഏത് ലാംഗ്വേജ് ആണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ 4 ഓപ്ഷനിൽ നിന്നും മാക്രോ എന്താണ് ആൻസർ ആയിട്ട് വരിക? ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ആസ് എ സിംഗിൾ കമാൻഡ്. നമ്മളൊരു ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, കീ സ്ട്രോക്ക് ആവാം അല്ലെങ്കിൽ മൗസ് ഓപ്പറേഷൻസ് ആവാം, അതെല്ലാം ഗ്രൂപ്പ് ചെയ്ത് ഒരു സിംഗിൾ കമാൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മാക്രോസ്. ആൻഡ് മാക്രോസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ലാംഗ്വേജ് VBA ഓർ വിഷ്വൽ ബേസിക് ആണ്. ഓക്കെ, ദെൻ എവിടെയാണ്? വ്യൂ ടാബിനകത്ത് ആണ്. വ്യൂ ടാബിനകത്ത് മാക്രോ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്താണ് മാക്രോ ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ടു പ്ലേ എ മാക്രോ ഇൻ ദ മാക്രോ ഡയലോഗ് ബോക്സ് ക്ലിക്ക് ദി ഡാഷ് ബട്ടൺ. ഓക്കെ, സോ മാക്രോ റൺ ചെയ്യിക്കാനായിട്ട്, പ്ലേ ചെയ്യിക്കാനായിട്ട് നമ്മൾ ഏതാണ് പ്രസ് ചെയ്യേണ്ടത്? റൺ മാക്രോ എന്ന് പറയുന്ന ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത ചോദ്യം.
വിച്ച് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു റീപ്ലേസ് എ സ്ട്രൈറ്റ് കോഡ് വിത്ത് സ്മാർട്ട് കോഡ് ആസ് യു ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് കോഡ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് കോഡ്സ്, അതുപോലെ സ്മാർട്ട് കോഡ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഓർക്കുക, നമ്മൾ കോഡ്സ് എഴുതുവാണ്. ഡബിൾ കോഡ്സിനകത്ത് ഒരു കണ്ടന്റ് എഴുതി ആ ഒരു കോഡ്സിനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതൊരു കർവ് ആയിട്ടുള്ള കോഡ്സ് ആയിട്ട് മാറാറുണ്ട് അല്ലേ? സോ അത് എനേബിൾ ആക്കുന്ന ഓപ്ഷൻ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാണ്? ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് എന്നാണ്. ഓക്കെ, സോ നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടുവരാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ നോക്കുക. സോ വേർഡിനകത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് എന്താണ്, നമ്മൾ ഇതുപോലെ കോഡ്സ് എഴുതും. ഓക്കെ, കോഡ്സിനകത്ത് ഒരു കണ്ടന്റ്. സോ നമ്മൾ കോഡ്സിനകത്ത് ഒരു കണ്ടന്റ് എഴുതുവാണ്. ഓക്കെ, സോ ഇനി സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഓക്കെ, സൂം ചെയ്ത് നോക്കിയപ്പോൾ എങ്ങനെയാണ് ഈ കോഡ്സ് എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്ട്രെയിറ്റ് കോഡ്സ് ആയിട്ടാണ് കാണുന്നത് അല്ലേ? സോ അതുകൊണ്ടാണ് ഇതിനെ സ്ട്രെയിറ്റ് കോഡ്സ് എന്ന് പറയുന്നത്. ഇത് മാറ്റിയിട്ട് ഇത്തരത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റിനെ കോഡ്സിനകത്ത് എഴുതുന്ന സമയത്ത് കുറച്ച് വളഞ്ഞിരിക്കുന്ന കോഡ്സ് ആക്കിയിട്ട് മാറ്റാം. സോ ആ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓഫീസ് ബട്ടനകത്ത് വേർഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഓക്കെ, പ്രൂഫിംഗ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് കാണാം. അതിനകത്ത് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഡിഫറെൻറ്റ് കാര്യങ്ങൾ കാണാം. ഓട്ടോ ഫോർമാറ്റ്, അതുപോലെ ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് പോലെയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതിനകത്ത് നോക്കുക, ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്ട്രെയിറ്റ് കോഡ്സിനെ സ്മാർട്ട് കോഡായിട്ട് മാറ്റണം. ഓക്കെ, ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പിനകത്ത് സ്ട്രെയിറ്റ് കോഡായി വരുന്നതിനെ സ്മാർട്ട് കോഡായി മാറ്റണം എന്നുള്ളൊരു ബോക്സ് നമ്മൾ ടിക്ക് ഓൺ ആക്കി കൊടുക്കണം. ഓക്കെ, സോ ഇവിടെയാണ് പറഞ്ഞത് ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് എന്നുള്ളതിനകത്ത് സ്ട്രെയിറ്റ് കോഡ്സ് ടു സ്മാർട്ട് കോട്ട്. കണ്ടോ, ചെരിഞ്ഞിരിക്കുന്ന കണ്ടോ, സ്മാർട്ട് കോട്ട് എന്ന് എഴുതുന്ന സമയത്ത് ചെരിഞ്ഞിരിക്കുന്നു, അതിനെയാണ് നമ്മൾ സ്മാർട്ട് കോഡ്സ് എന്ന് പറയുക. ആൻഡ് സ്ട്രെയിറ്റ് അത് നേരെയാണ് ഇരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ടിക്ക് ഓൺ ആക്കുവാണ്. ആൻഡ് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. സോ ഓക്കെ കൊടുക്കുന്നു, എഗെയിൻ ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മൾ എഴുതുവാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഓക്കെ, ഇപ്പം നോക്കുക, ഇപ്പം നമ്മൾ വീണ്ടും എഡ്യൂവാലി എന്ന് എഴുതിയ സമയത്ത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? സ്മാർട്ട് കോഡ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? സോ വ്യത്യാസം മനസ്സിലായോ? സോ ഇതാണ് എന്ത്? സ്ട്രെയിറ്റ് കോഡ്സ്. സോ ഇതെന്താണ്? സ്മാർട്ട് കോഡ്സ്. സോ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കുന്നത് ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് എന്നുള്ളതിനകത്താണ്. അതെങ്ങനെയാണ് എടുക്കുക? ഓഫീസ് ബട്ടനകത്ത് ക്ലിക്ക് ചെയ്യുക. വേർഡ് ഓപ്ഷൻസിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് ബോക്സ് വരും. ഒന്നുകൂടെ നോക്കാം. ഓഫീസ് ബട്ടനകത്ത് ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് അതിനകത്ത് വേർഡ് ഓപ്ഷൻസ് എടുക്കുന്നു. സോ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് പ്രൂഫിംഗ് സെലക്ട് ചെയ്യുന്നു. ദെൻ അതിനകത്ത് നിന്ന് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് എന്നുള്ളതിനകത്ത് സ്ട്രെയിറ്റ് കോഡ്സ് മാറ്റി സ്മാർട്ട് കോഡ്സ് എന്നുള്ള ആ ഒരു ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. എഗെയിൻ ഒരു ഓക്കെ കൂടെ കൊടുക്കുന്നു. സോ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതാണ് സ്ട്രെയിറ്റ് കോഡ്സ് ടു സ്മാർട്ട് കോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ അത് എത്രത്തോളം ഡീപ്പിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇതുപോലത്തെ ഒരു ചോദ്യം മതി അത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാക്കിയിട്ട് മാറാനായിട്ട്. സോ ഓർക്കുക, ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് എന്നാണ്. ഈ ഒരു ചോദ്യം എഴുതിയെടുത്ത് എവിടെയെങ്കിലും മലയാളത്തിലൊക്കെ തന്നെ എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഡു യു കോൾ എ കളക്ഷൻ ഓഫ് ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് കമാൻഡ്? എന്താണ് അത്? സ്റ്റൈൽ ആണ് അല്ലേ? സ്റ്റൈൽ ഇസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടർ ആൻഡ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് കമാൻഡ്. ഓക്കെ, ഓർത്തിരിക്കുക, സ്റ്റൈൽസ് ആണ് വരുന്നത്. ഹോം ടാബിനകത്താണ് ആൻഡ് കൺട്രോൾ ഷിഫ്റ്റ് എസ് ആണ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതിനകത്ത് ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് എന്നുള്ള ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു തന്നെ നോക്കുക. ഇതിന് മുമ്പുള്ള വേർഷൻസ് ഒക്കെ കാണാനുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. ഡിഫറെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങളുണ്ട്. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ ചിലപ്പോൾ പല സെക്ഷനിലായിട്ടായിരിക്കും ഒരേ ചോദ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ കണക്ട് ചെയ്ത് വരയൊക്കെ വരച്ച് ക്ലിയർ ആക്കി എഴുതി വെച്ച് പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.